ഞാനിന്ന് തയ്യാറാക്കാൻ പോണത് ചെമ്മീൻ മുരിങ്ങക്കായും മാങ്ങയും ഇട്ട് നാളികേരം അരച്ച് വെച്ച കറിയാണ്. അതിലേക്ക് 1/2 കിലോ ചെമ്മീൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ട നാളികേരം അരക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ഇതിൽ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് അരച്ചിട്ട് ചെമ്മീനും നന്നാക്കി ഇട്ട് വരാം. കറി വെക്കാനുള്ള ചെമ്മീൻ നന്നാക്കി കഴുകി വൃത്തിയായി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്കുള്ള അരപ്പ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ബാക്കി ചേരുവകൾ മാങ്ങ, മുരിങ്ങക്കായ, പച്ചമുളക്, തക്കാളി, വേപ്പില, വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, പിന്നെ താളിക്കാനുള്ള ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് നന്നാക്കി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ചെമ്മീൻ നമ്മൾ നന്നാക്കുന്നതിന് മുമ്പേ കുറച്ച് ഐസ് വെള്ളം അതിൽ ഒഴിക്കുകയാണെങ്കിൽ ചെമ്മീത്തിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് നമുക്ക് കളയാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് വൈകുമല്ലോ. ഞാനിപ്പോൾ അങ്ങനെയാണ്, കുറച്ച് ഐസ് കട്ടിട്ടിട്ട് വെള്ളം ഒഴിച്ച് അപ്പോൾ പെട്ടെന്ന് നന്നാക്കാൻ പറ്റി. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത ചേരുവ ഇട്ട് കൊടുക്കാം. മുരിങ്ങക്കായ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ മാങ്ങ, പച്ചമുളക്, തക്കാളി, ഒരു തണ്ട് വേപ്പിലയും ഇതിനൊപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ച് ഇതിൻ്റെ പാകം നോക്കാം. ചെമ്മീൻ കറി താളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ ലേശം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ടാൽ ഏറ്റവും നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ ഇഞ്ചി ഒരു കുഞ്ഞു കഷ്ണം ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ടാണ്. കറി നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ തീ കുറച്ചിട്ടിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളം കലത്തിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഒഴിച്ച് ആ അരപ്പൊക്കെ ഇങ്ങനെ പറ്റി നിൽക്കുന്നതൊക്കെ ഇതിലേക്ക് ആക്കിയിട്ടാൽ നന്നായി നെയ്യ് തെളിഞ്ഞ് കറി നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ച് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്ത് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് വേപ്പിലയും കുറച്ച് മുളകിൻ്റെ പൊടിയും ഇട്ട് കൊടുത്താൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് വരും. തീ ഓഫ് ചെയ്തിട്ട് മാത്രം മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇപ്പം നല്ലോണം നെയ്യ് തെളിഞ്ഞ് കറി ശരിയായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും വെക്കുന്ന കറിയാണ്, എന്നാൽ പോലും ഞാൻ ഒന്നുകൂടി നമ്മളുടെ ഒരു രീതിയിൽ വെച്ചെന്ന് മാത്രം. എൻ്റെ കുക്കിംഗ് കഴിയുമ്പോൾ ഞാൻ എൻ്റെ കിച്ചണിലെ കൗണ്ടർ ടോപ്പും ഡൈനിങ് ടേബിളും എല്ലാം വൃത്തിയാക്കുന്നത് ഞങ്ങളുടെ സ്വന്തം പ്രൊഡക്റ്റായ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് കൊണ്ടാണ്. ഇതിൻ്റെ ട്രേഡ് സൈസ് 40x40 ആണ്. ചിലപ്പോൾ അത് 38x38 ആവാം. ചിലപ്പോൾ അത് 42x42 ആവാം. ഇതിൻ്റെ GSM 500 ആണ്. ട്രേഡ് നെയിം പറയുന്നത് 600 ആണ്. നമ്മൾ 500 പറഞ്ഞിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഞാനിത് 2 വർഷമായിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. വെള്ളം നന്നായി അബ്സോർബ് ചെയ്യും. ഇത് ഞാൻ ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം.
വെള്ളം ഇവിടെ അധികം പോയിട്ടില്ല, എന്നാലും ഞാൻ വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കാം. വെള്ളം നന്നായി ഇതുമ പിടിക്കുന്നുണ്ട്. ശരിക്കും ഇതൊക്കെ നന്നായി ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്രോ ഫൈബർ ക്ലോത്താണിത്. ഞാനിപ്പോൾ അവിടെ വെള്ളം കുറച്ചധികം ഉണ്ടായിരുന്നത് ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ പിഴിഞ്ഞ് കാണിക്കുകയാണ്. നന്നായി പിഴിഞ്ഞ് ഇത് പോകും. വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. ഇത് നന്നായി ഉണങ്ങിയ പോലെ തന്നെ ആയി. നമ്മുടെ ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അഡ്രസ്സ് സെൻഡ് ചെയ്യുക. അതേപോലെ അത് തന്നെയാണ് GPay നമ്പറും. ഇതിൻ്റെ വില വരുന്നത് ടാക്സ് അടക്കം 2 എണ്ണത്തിന് 175 രൂപയും 5 എണ്ണത്തിന് 399 രൂപയും 10 എണ്ണത്തിന് 699 രൂപയുമാണ്. ഡോർ ഡെലിവറിയാണ്. ഇത് നമ്മൾ അയക്കുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. 5 തൊട്ട് 7 ദിവസം വരെയാണ് ഇത് ഡെലിവറി ടൈമായിട്ട് എടുക്കുന്നത്. ഇത് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. എത്രയും വേഗം ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും.